ിലേത് അതിക്രൂര കൊലപാതകമെന്ന് പോലീസ്. കാറിന് സമീപം സംസാരിച്ചുകൊണ്ടിരുന്ന തുറവൂർ സ്വദേശി ഐവിൻ ജിജോയെ CISF ഉദ്യോഗസ്ഥർ വാഹനം ഇടിപ്പിച്ചു. ബോണറ്റിൽ വീണ ഐവിൻ നിലവിളിച്ചിട്ടും 1 കിലോമീറ്റർ വലിച്ചുകൊണ്ടുപോയി. മരണം ഉറപ്പാക്കിയ ശേഷം പ്രതികൾ രക്ഷപ്പെട്ടുവെന്നും പോലീസ് പറയുന്നു. ക്രൂര കൊലപാതകത്തിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. വാഹനം ഉരസിയതുമായി ബന്ധപ്പെട്ട തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. വിഷ്ണു, ഒരു നിസാര തർക്കത്തിന്റെ പേരിലാണ് ഇങ്ങനെ അതിക്രൂരമായ കൊലപാതകം നടന്നിരിക്കുന്നത്. ഒരു CISF ഉദ്യോഗസ്ഥരാണ് ഇതിൽ ഇപ്പോൾ കസ്റ്റഡിയിലായിരിക്കുന്നത് എന്നതും പ്രധാനമാണ്. പ്രതികളാകാൻ പോകുന്നത് CISF ഉദ്യോഗസ്ഥരാണ്. വളരെ ഗൗരവമുള്ള ഒരു കേസാണ്. പുതിയ വിവരങ്ങൾ എങ്ങനെയാണ്? കൂടുതൽ CCTV ദൃശ്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നു. അവർ തമ്മിലുള്ള തർക്കമടക്കം കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തു വരുന്ന മണിക്കൂർ കൂടിയാണ്. എന്താണ് പുതിയ വിവരങ്ങൾ വിഷ്ണു സുരേഷ്? ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട്. എന്താണ് സംഭവിച്ചതെന്ന് ഇതിനോടകം തന്നെ വ്യക്തത വന്നിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ ഐവിന്റെ മൃതദേഹം ലഭിച്ച സ്ഥലത്ത് നിന്നാണ്. ഇവിടെ നിന്ന് ഏകദേശം 500 മീറ്റർ അപ്പുറത്ത്, 500 അല്ലെങ്കിൽ ഒരു കിലോമീറ്റർ അപ്പുറത്താണ് ഈ തർക്കം ഉണ്ടാകുന്നത്. അവിടെ ഐവിന്റെ കാറ് ഇപ്പോഴും കിടക്കുന്നുണ്ട്. ആ കാറിൽ ഈ എക്സ്പ്രസോ കാർ വന്ന് തട്ടിയതുമായി ബന്ധപ്പെട്ട തർക്കം ഉണ്ടാകുന്നു. പിന്നാലെ ഐവിനും ഈ കാറിലുണ്ടായിരുന്ന ആളുകളും പുറത്തിറങ്ങുന്നത് CCTVയിൽ വളരെ വ്യക്തമായി കാണാം. അവർ അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട്. അതിനിടയിലാണ് അവിടെ നിന്ന് ഐവിനെ ഇവർ ഇടിച്ചു തെറിപ്പിച്ചുകൊണ്ട് ഏകദേശം ഈ കാറിന്റെ ബോണറ്റിലിട്ട് 1 കിലോമീറ്ററോളം യാത്ര ചെയ്തത്. അത് വരുന്ന CCTVകൾ ആ ബോണറ്റിലിരുന്ന് യാത്ര ചെയ്യുന്ന CCTV ഇതിനോടകം തന്നെ പുറത്ത് വന്നിട്ടുണ്ട്. ഈ പ്രദേശത്തേക്ക് എത്തുന്ന ഘട്ടത്തിൽ ഈ വാഹനം വലിയ സ്പീഡിലായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു 500 മീറ്ററോളം ഈ വാഹനം സ്കിഡായതിന്റെ സൂചനകളൊക്കെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇങ്ങനത്തുള്ള കേസുകൾ കാണുമ്പോൾ നമുക്ക് അത്ഭുതമാണ് വരുന്നത്. ഇവൻ്റെയൊക്കെ ധൈര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ചില സമയങ്ങളുണ്ടെങ്കിൽ നമുക്ക് ദേഷ്യം വരുമ്പോഴത്തേക്ക് കയ്യേക്കളി പോകുന്നതും ചില സമയങ്ങളിൽ അത് കൊലപാതകത്തിൽ പോകുന്നതൊക്കെ സാധാരണ രീതിയിൽ നടക്കുന്ന കാര്യമാണ്. ചിലരുണ്ടെങ്കിൽ ഭയങ്കര ഷോർട്ട് ടെമ്പേർഡ് ആയിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ചിലർ ഭയങ്കര ഇതേപോലത്തുള്ള ഒരു കാര്യം ചെയ്യും. പക്ഷേ ഇതിൽ കാണിച്ചിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവനെ ഇടിച്ചുണ്ടെങ്കിൽ ആ ബോണറ്റ് കയറ്റിയതിന് ശേഷം 1 കിലോമീറ്റർ വലിച്ചു കൊണ്ടുപോകുന്നു പറയുന്നത് എന്ത് ഭയങ്കരമായിട്ടുള്ളൊരു കാര്യം നോക്ക്. അത് അവൻ്റെയൊക്കെ ഒരു അഹങ്കാരമാണ്. അവനൊക്കെ എന്തും ചെയ്യാൻ അധികാരമുണ്ട്, അല്ലെങ്കിൽ അവനൊക്കെ നല്ലൊരു ജോലിയുണ്ട്, താനൊക്കെ എന്ത് ചെയ്താലും ഒരു കുഴപ്പമില്ലെന്നൊരു ധൈര്യം കൊണ്ടാണ് എന്നെ പുറത്തുള്ളവന്മാർ ഇങ്ങനെ ചെയ്യുന്നത്. ഇതേ കണക്കത്തുള്ള സിമിലർ കേസ് ഇതേപോലത്തുള്ള കുറച്ച് നാളുകൾക്ക് മുമ്പ് നടന്നിട്ടുണ്ട്. ഇതേ കണക്കുണ്ടെങ്കിൽ ഇടിച്ചിട്ടുണ്ടെങ്കിൽ ബോണറ്റ് കയറ്റി കൊണ്ടുവന്നൊരു സംഭവം. സോ ഇവനൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഭയങ്കര ധൈര്യം, അല്ലെങ്കിൽ എന്തോ ഷോ ഓഫ് കാണിക്കുന്നതാണൊക്കെ ഒരു ജീവൻ എടുത്തിരിക്കുന്നത്. അതും അവന്മാരാണ് വണ്ടി കൊണ്ടുവന്ന് ഇടിച്ചിരിക്കുന്നത്. അതിനെപ്പറ്റി ചോദ്യം ചെയ്തപ്പോഴാണ് ഇതേ കണക്കത്തുള്ള സംഭവം നടന്നിരിക്കുന്നത്. സോ ഇനി 2 റീസൺ ആയിരിക്കും ഉണ്ടായിരിക്കും. ഒന്നുണ്ടെങ്കിൽ അവന്മാർ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ലഹരിയിലായിരിക്കും ഇത് ചെയ്തേക്കുന്നത്. അതല്ലെങ്കിൽ ഇതെന്ന് പറഞ്ഞത് ഭയങ്കര കഴപ്പാണ്. അതല്ലാതെ വേറെ ഒന്നുമില്ല. അല്ലെങ്കിൽ അവന്മാരെ ആരും ഒന്നും ചെയ്യത്തില്ലെന്നുള്ളൊരു ധൈര്യം അവന്മാർക്കുണ്ട്. അതില്ലായിരുന്നെങ്കിൽ മാത്രം ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്യത്തില്ല. എന്തായിരുന്നാലും ശരി, അവന്മാരെ 2 എണ്ണത്തിനെ പോലീസ് ഇപ്പോൾ പൊക്കിയിട്ടുണ്ട്. എന്തായിരുന്നാലും ശരി, അതിൻ്റെ കേസ് പൊയ്ക്കൊണ്ടിരിക്കുക. ഇതിന് എത്ര നാൾ വിധി വരാൻ സമയം എടുക്കുമെന്ന് അറിയില്ല. എന്നാൽ പോലും എത്ര നാൾ സമയം എടുക്കുമെന്ന് അറിയില്ല. പക്ഷേ എന്നാൽ പോലും ഉണ്ട് യവന്മാരെ പോലത്തുള്ളവന്മാർ ഇനിയുണ്ടെങ്കിൽ സുഖമായിട്ട് വെളിയിൽ ഇറങ്ങാനേ പാടില്ല. അവന്മാർക്ക് വേണ്ട ശിക്ഷ കിട്ടണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇതിനെപ്പറ്റിയുള്ള നിങ്ങളെ തൊട്ട് എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടുക. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക.